നമ്മെക്കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് നാടൊട്ടാകെ പരത്തുന്നത്. ഇവരതാ ഒരു നാട്ടിൽ ഐക്യം തകർക്കുന്ന ആളുകളാണ്. നല്ല നിലക്ക് കഴിച്ചുകൂട്ടുന്നൊരു മഹല്ലുകളിൽ അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വരുന്നവരാണ് ഇവര് നബിയാക്കളെ തെറി പറയുന്നവരാണ്, ഇവരെ ഔലിയാക്കളെ തള്ളുന്നവരാണ്, ഇവര് മുഇസ്സത്തുകളെ നിഷേധിക്കുന്നവരാണ്, ഇവര് കറാമത്തുകൾ അംഗീകരിക്കാത്തവരാണ്, ഇവര് ഖബർ സിയാറത്ത് ചെയ്യാത്തവരാണ്, ഇവര് ദിക്റുകളില്ലാത്തവരാണ്, ഇവര് സ്വലാത്തുകൾ ചൊല്ലാത്തവരാണ്, ഇവര് നിസ്കാരത്തിന്റെ ശേഷം ദുആ പാടില്ലെന്ന് പറയുന്നവരാണ്. ഇവരതാ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ ഖബർ സന്ദർശിച്ചുകൊണ്ടോ അല്ലാതെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയുന്നവരാണ്. ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ എങ്ങനെ പറയുമ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, കളവുകൾ കൊണ്ടല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ലോകത്ത് ഐക്യത്തിന്റെ ഏറ്റവും വലിയ കാഹളം മുഴക്കിക്കൊണ്ട് ഈ ലോകത്തേക്ക് നിയുക്തനായ നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബ് ലോകത്ത് മക്ക രാജ്യത്ത് വന്നപ്പോ ആ നാട്ടിലുള്ള ആളുകള് മുത്തു മുസ്തഫയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ? എടോ മുഹമ്മദേ, നീ നാട്ടിലെ ഐക്യം തകർക്കാൻ വന്നവനാണ്. ഞങ്ങളിവിടെ പാരമ്പര്യമായി നല്ല നല്ല വിശ്വാസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ മുഹമ്മദേ, നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണ്, നീ മക്കളെയും ബാപ്പയെയും തമ്മിൽ തെറ്റിക്കാൻ വന്നതാണ്, നീ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങളുടെ നേരെ അവർ ചീറിപ്പാഞ്ഞടുക്കുകയാണ്. തീർന്നില്ല. ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടേതായ ആരാധ്യന്മാരുണ്ട്, അവരെയൊക്കെ മുഹമ്മദേ നീ തെറി പറയുകയാണ്, നീ അവരെ കുറ്റം പറയുകയാണ്, നീ അവരെ ചീത്ത വിളിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുടുംബത്തിലും ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല, ഒരു നാട്ടിലും ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു ആളുകളെ മുഖത്തു നോക്കിയോ അല്ലാതെയോ ആരെയും അവിടുന്ന് തെറി വിളിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. അവര് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലാത്തയെ ചീത്ത പറഞ്ഞിട്ടില്ല, ഉസ്സയെ ചീത്ത പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബിയെ ചീത്ത പറഞ്ഞിട്ടില്ല. കാരണം ഇബ്രാഹിം നബിയുടെ പേരിലും കഅബാലയത്തിന്റെ അകത്ത് ചിത്രങ്ങളും അതേപോലെ തന്നെയുള്ള രൂപങ്ങളും ഒക്കെ മുശ്രിക്കുകൾ വെച്ചിരുന്നു. അങ്ങനെയുള്ള ആളെ ആരെയും അല്ലാഹുവിന്റെ റസൂൽ ഓമതിച്ചില്ല. പിന്നെ എന്തേ ആ നാട്ടുകാരങ്ങനെ പറയാൻ കാരണം? പിന്നെ എന്തേ നബിയെ കുറിച്ച് അവരങ്ങനെ പറയാൻ കാരണം? അവരിതുവരെ ചുറ്റുപാടുകളിലൂടെ ജീവിച്ചു പോന്നിട്ടുള്ള അവരുടെ പാരമ്പര്യ വിശ്വാസം, ജനങ്ങളെ, നിങ്ങൾ റബ്ബിനെ കൂടാതെ റബ്ബിനോടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പാടില്ല. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. അത് പ്രഖ്യാപിക്കാനും കൂടിയാണ് ഞാൻ വന്നത്. ഖുൽ, നബിയെ പറയൂ, അല്ലാഹ് ഏൽപ്പിച്ചത് പറയാണ് മുത്ത മുസ്തഫ. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ യജമാനനായ എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബായ അല്ലാഹുവിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യൂ, അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ മറ്റാരെയും പങ്കു ചേർക്കുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ അതാ നാട്ടിലെ ആളുകൾക്ക് ദഹിച്ചില്ല. അവർ പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ വാപ്പപ്പാപ്പമാരായിട്ട് ഞങ്ങൾ പലരോടും പ്രാർത്ഥിച്ചവരാണ്, പലർക്കും അറിവ് നടത്തിയവരാണ്, പലരുടെയും മുമ്പിൽ സുജൂദ് ചെയ്തവരാണ്, പലരുടെയും ചുറ്റും തവാഫ് ചെയ്തവരാണ്, പലർക്കും വേണ്ടി നേർച്ച വഴിപാടുകൾ കൊടുത്തവരാണ്. അതൊക്കെ പാടില്ലെന്ന് പറയുമ്പോ നീ ആ മഹാത്മാക്കളെയൊക്കെ നീ ചീത്ത പറയുകയല്ലേ? കണ്ടോ, ഇതാപ്പോ മുഹമ്മദ് നബിയുടെ പേരിലുള്ള കംപ്ലൈന്റ്, അല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ അവരെ ചീത്ത പറഞ്ഞതല്ല. നിങ്ങൾ നിങ്ങളുടെ ദുആകൾ അല്ലാഹുവിന് മാത്രം കൊടുക്കണേ, ഇത് പറഞ്ഞതാണ് കുഴപ്പം. അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ പോകരുത് എന്നായി ആ നാട്ടിലെ പ്രമാണിമാര്. ആ നാട്ടിലെ ആളുകള്, അവിടെയുണ്ടായിരുന്ന അന്നത്തെ ആളുകൾ അവരെന്ത് ചെയ്തു? അന്നത്തെ ആ നിലക്ക് ജനങ്ങളെ പഴപ്പിക്കാൻ നടന്നിരുന്ന പുരോഹിതന്മാര് ആ നാട്ടിലെ ജനങ്ങളോട് തിട്ടൂരമിറക്കി. ഒരൊറ്റ കുട്ടി കേൾക്കാൻ പോകരുത്, കേട്ടുപോകരുത്. മുഹമ്മദ് ഖുർആൻ ഓതുമ്പോ, അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ ഓതുമ്പോ
കേൾക്കാൻ പോകരുത്. കാരണം എന്താ? ഇവന്മാരിവിടെ ഒരുപാട് നുണകൾ ഇങ്ങനെ റസൂലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒക്കെ കേൾക്കാതെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് നുണകൾ ഇവര് വീടട്ടാകെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആളുകൾ അങ്ങ് നേരിട്ട് മുഹമ്മദ് നബിയിൽ നിന്ന് കേട്ടുപോയാൽ ഇപ്പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്ന കള്ളി വെളിച്ചത്താകുമല്ലോ. അതുകൊണ്ട് അന്നത്തെ പാതിരിമാര്, പുരോഹിതന്മാര് നാട്ടുകാരോട് പറഞ്ഞു, കേൾക്കാൻ പോകരുത്, കേട്ടുപോകരുത്, മുഹമ്മദിന്റെ ഒന്നും കേൾക്കാൻ പോകണ്ട. ഇനി അഥവാ നിങ്ങൾ കേട്ടു പോകുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ബഹളമുണ്ടാക്കണം. ഖുർആനാ പറയുന്നത്. നാട്ടിലെ അന്നത്തെ പുരോഹിതന്മാര് ജനങ്ങളോട് പറഞ്ഞതാ, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത്. ഇനി അഥവാ കേൾക്കുന്ന രൂപത്തിൽ അങ്ങനെ വല്ലതും തോന്നുകയാണെങ്കിൽ അത് കേൾക്കാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും മാർഗങ്ങൾ, നിങ്ങൾ വല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളുടെ കാതിലേക്ക് വരാതെ നോക്കിക്കോ. അങ്ങനെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് അക്കാലഘട്ടത്തിലെ ആളുകൾ മുത്ത് മുസ്തഫയിൽ നിന്ന് ദീന് നേരിട്ട് കേട്ടാൽ മുത്ത് മുസ്തഫയെ കുറിച്ച് പറഞ്ഞു വരത്തിയ കള്ളങ്ങൾ ആ രൂപത്തിലുള്ളത് ഓരോന്നോരോന്നും പൊളിഞ്ഞു വീഴും എന്ന് ഭയപ്പെട്ടപ്പോ പറഞ്ഞുവെങ്കിൽ ആ താവഴിയുള്ള ആളുകൾ ഏത് കാലഘട്ടത്തിലും അത് തുടർന്നിട്ടുണ്ട്, തുടരുന്നുമുണ്ട്.